ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2022 ഒരു ഫ്രഞ്ച് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മൈഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 70 വയസ്സുകാരനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് റോഡിൽ നിന്ന് കിട്ടിയ ഒരു പെൺകുട്ടിയുടെ ശരീരം വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊന്നതാരാണ് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു മൂവി. അപ്പോൾ നമ്മൾ സാധാരണ ക്രൈം ത്രില്ലർ മൂവീസ് കാണുന്നത് പോലെ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആക്ഷൻ ഇതൊന്നും അത്രയ്ക്ക് ഉണ്ടാവത്തില്ല. ഒരു 70 വയസ്സുള്ള ഒരാൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ലിമിറ്റിനുള്ളിൽ വെച്ചിട്ട് അയാൾ ആ ഒരു കേസ് എങ്ങനെയെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സ്റ്റോറി കൊണ്ടുപോകുന്ന ഒരു മൂവിയാണിത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ മുടി പാതിയിൽ വെട്ടിയ ഒരു പെണ്ണ് ഒരു ഷോപ്പിനകത്തേക്ക് കയറി ചെല്ലാണ്. ഈ ഒരു ഡ്രസ്സെല്ലാം വാടകയ്ക്ക് എടുക്കുമല്ലോ, ആ ഒരു ഷോപ്പിലേക്ക് അവിടേക്ക് ചെന്നിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് ആ ഒരു ഷോപ്പിലെ ലേഡിയോട് പറയുമ്പോൾ അവരാണെങ്കിലും അവൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വസ്ത്രം അവൾക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ അവൾക്ക് നല്ല രീതിയിൽ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് അവളെ കുറച്ചുകൂടി സുന്ദരിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പെണ്ണിനെ നമുക്ക് എന്തായാലും അന്നാന്ന് വിളിക്കാം. പക്ഷെ ഇത്രയൊക്കെ നല്ല രീതിയിൽ അവളെ ഒരുക്കി എടുത്തിട്ടും പക്ഷെ അവളുടെ മുഖത്ത് ആ ഒരു സന്തോഷം കാണുന്നില്ല, എന്തോ ഒരു വിഷമുള്ളതുപോലെ മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള 70 വയസ്സുകാരനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിനെയാണ് കാണിക്കുന്നത്. അയാളുടെ പേര് മൈഗ്രേറ്റ്. പ്രായം 70 ആയെങ്കിലും അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഹീറോ അടങ്ങിയിരിക്കത്തില്ല. അപ്പോൾ നല്ലതുപോലെ ഒന്നും നടക്കാൻ പോലും കഴിയുന്നില്ല. ഡോക്ടർ പറയുന്നുണ്ട് റെസ്റ്റ് എടുക്കാനായിട്ട്, എന്നിരുന്നാലും അതൊന്നും ചെയ്തില്ല എന്ന് തന്നെയാണ് മൈഗ്രേറ്റ് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ നേരത്തെ അന്ന എന്ന് പറഞ്ഞ ഒരു പെണ്ണ് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് നല്ലതുപോലെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ഒരു പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് അതിന്റെ പടിക്കെട്ട് വഴി അവൾ പതിയെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവാണ്. അതുമല്ല, ഇതൊരു എൻഗേജ്മെന്റ് പാർട്ടിയാണ്. അതിലെ ആ ഒരു പയ്യനെ നമുക്ക് ജാക്ക് എന്ന് വിളിക്കാം. ഇവരുടെ യഥാർത്ഥ പേര് ഇതല്ല, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവര് രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് അവരുടെ ബന്ധുക്കളോടെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്ത് അന്ന എന്ന് പറഞ്ഞ ഒരു പെണ്ണല്ലോ, അവളിപ്പോ ഒരു പാർട്ടി ഹാളിലേക്ക് കയറി വരികയാണ്. ഇത് കാണുന്നതും ലൂസി എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് എന്തോ ഒരു ടെൻഷൻ. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവളെയും വിളിച്ച് അടുത്തുള്ളൊരു മുറിക്കകത്തേക്ക് കൊണ്ടുപോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ജാക്ക് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ, അവനും അതിനകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വന്ന ജാക്കായാലും അല്ല ഇവളെ കൂട്ടിയിട്ട് നീ എന്താ ചെയ്യുന്നേ, അവളെ പെട്ടെന്ന് പറഞ്ഞു വിട്, നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ്, ഇവളെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോന്നും പറഞ്ഞിട്ട് ലൂസിയെ പറഞ്ഞു വിട്ട് ജാക്ക് അവളുടെ അടുത്തേക്ക് വന്നിട്ടാണ് അന്നയോട് പറയുന്നത്, അല്ല നിനക്കിപ്പോൾ എന്താ വേണ്ടത്, പണമല്ലേ, ദേ ഇത് വെച്ചോ, ഇനി ഞങ്ങളെ ശല്യം ചെയ്യാതെ ഇവിടെ നിന്ന് പോയി തരൂ എന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ റോഡ് സൈഡിലുള്ള ഒരു എമർജൻസി മൈക്കുണ്ട്. അതാരോ എടുത്ത് ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ റോഡ് സൈഡുകളിലായിട്ട് എമർജൻസി മൈക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആർക്കെങ്കിലും എമർജൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതെടുത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയും. ആ ഒരു രീതിയിൽ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ച ആളായാലും അയാൾ ആരാണ്, അയാളുടെ പേരെന്താണെന്നൊന്നും പറയാതെ പോലീസിനോട് എന്തോ ഒരു കാര്യം പറയാണ്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയും എങ്ങനെയാ അറിയുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരത്തെ അന്ന എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ട് മേക്കപ്പ് എല്ലാം ഇട്ട് ആ ഒരു പാർട്ടി ഹാളിലേക്ക് ചെന്നല്ലോ, ആ ഒരു പെണ്ണിപ്പോ അവിടെ മരിച്ചു കിടക്കാണ്. അതുമല്ല അവളുടെ ദേഹത്താണെങ്കിൽ ഒരുപാട് തവണ കത്തി കൊണ്ട് കുത്തിയതുപോലെയുള്ള പാടുകളുണ്ട്. അതുമല്ല ഈ ഒരു സ്റ്റോറി നടക്കുന്നത് 1970 കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളതുപോലെ ക്യാമറയോ മറ്റ് സാങ്കേതിക വിദ്യകളോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് മരിച്ചു കിടക്കുന്നത് ആരാണെന്ന് പോലും ഇതുവരെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മരിച്ചുപോയ ഈ ഒരു പെണ്ണ് ആരാണെന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞാലേ അവളെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പെണ്ണ് ആരാണ്, ഇവളെ കൊന്നതാരാണ് എന്നെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആയാലും കളത്തിലേക്ക് ഇറങ്ങാണ്. അതിന്റെ തുടക്കമായിട്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനിലെ അന്നയുടെ ശരീരം കിട്ടിയ ആ ഒരു സ്ഥലത്ത് നിന്നും എന്തോ ഒരു കാര്യം കണ്ടതായിട്ട് ഒരു വിറ്റ്നസ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നു പറഞ്ഞിരുന്നു. അവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഇന്നലെ രാത്രി നീ എന്താ കണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ പറയും, വേറെ ഒന്നുമല്ല, മരിച്ചുപോയ ആ ഒരു പെണ്ണല്ലേ, അവളുടെ ശരീരം കിടന്നിരുന്ന ആ ഒരു സ്ഥലത്ത് ഇന്നലെ രാത്രി ഒരു കാർ വന്നിരുന്നു. ആ കാറിലുണ്ടായിരുന്നത് ഒരു കപ്പിൾസ് ആണ്. അതുമല്ല കാറിന്റെ നമ്പർ എന്താണെന്നോ അവരുടെ ഫേസ് എന്താണെന്നോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുമല്ല കുറച്ചു നേരം ആ ഒരു കാർ അവിടെ കിടന്ന് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാനും വലിയ കാര്യമാക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. പക്ഷേ ആ കാർ കിടന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ആ ഒരു പെണ്ണിന്റെ ശരീരവും കിടന്നിരുന്നത്. ഒരുപക്ഷെ അവരായിരിക്കും ഒരു പെണ്ണിനെ കൊന്നത് എന്നുള്ളൊരു സംശയം അവനിങ്ങനെ പറയുന്നതും അത് അത്രയും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഇവൻ നേരിട്ടൊന്നും കണ്ടില്ല, ഊഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ അടുത്തത് അന്നയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് ശരി ആ ഒരു പെണ്ണിന്റെ ശരീരം എങ്ങനെയായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇപ്പൊ അയാൾ പോസ്റ്റ്മോർട്ടം പൂർണ്ണമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അയാൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയാന്ന് പറഞ്ഞിട്ട് അവളുടെ ശരീരത്ത് 5 ഭാഗങ്ങളിലാണ് കത്തി കൊണ്ട് കുത്തിയ ആ ഒരു പാട് കണ്ടിട്ടുള്ളത്. അതുപോലെ ഈ ഒരു പെണ്ണിന്റെ ശരീരത്താണെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഒരുപാടുണ്ട്.
അങ്ങനെയാണെങ്കിൽ അവൾ നല്ലതുപോലെ കുടിച്ചിരിക്കണം. അതുമല്ലാതെ അവളുടെ ശരീരം പരിശോധിക്കുമ്പോൾ അവൾ ഒരിക്കലും വെർജിൻ അല്ല എന്ന് മനസ്സിലായി. പക്ഷെ അവൾ ഒരു പുരുഷനുമായിട്ട് ഒരുമിച്ചിരുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സിംറ്റംസും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ആ ഒരു ഡോക്ടറിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്നത്. മരിച്ചുപോയ അന്നയ്ക്കാണെങ്കിൽ ഏകദേശം 19 ഒരു 20 വയസ്സ് വരെ പ്രായം ഉണ്ടാവും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അവൾ ഇത്ര ഹെവി ആയിട്ട് കുടിക്കേണ്ട ഒരാവശ്യം ഉണ്ടാവത്തില്ല എന്ന് ചിന്തിച്ച് നമ്മുടെ ഹീറോ അവളുടെ ശരീരം കണ്ടിട്ട് അവിടെ നിന്നും അടുത്തതായിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. മരിച്ചു പോയപ്പോഴത്തേക്കും അവൾ ഇട്ടിരുന്ന ഒരു ഡ്രസ്സ്, അതേപോലെ തന്നെ അവളുടെ തിങ്സ്, ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ അവൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നോക്കുമ്പോഴത്തേക്കും അവൾ ഒരു പണക്കാര വീട്ടിലെ പെണ്ണാണെന്ന് ഒരിക്കലും പറയത്തില്ല. അവൾ ഇട്ടിരുന്ന ഇന്നേഴ്സ്, ഷൂസ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അവളുടേത് വളരെ കഷ്ടപ്പാടുള്ള ജീവിതമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സ് ഇവിടേക്ക് മാറ്റിയിട്ട് അത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള കടയിൽ പോയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് തന്നെ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഈ ഒരു പെണ്ണ് ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വാങ്ങിയിടേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാവുന്നതും എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ഓക്കെ അവൾ ആ ഒരു ഡ്രസ്സ് വാങ്ങിയ കട ഏതാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കടയിലേക്ക് ചെന്നിട്ട് അല്ല ഈ ഒരു ഡ്രസ്സ് നിങ്ങളുടെ കടയിൽ നിന്നല്ലേ ആരോ വാങ്ങിയത്, ഇതാർക്കാ കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും, സോറി സാർ, ഞങ്ങളുടെ കമ്പനി പോളിസി പ്രകാരം ഇതാരാണ് വാങ്ങിയതെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് സാർ എന്നോട് ക്ഷമിക്കണമെന്ന് ആ ഒരു മാനേജർ ലേഡി പറയുന്നതും ഈ രക്തം പറ്റിയ ആ ഒരു ഡ്രസ്സുമായിട്ട് നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഈ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ഭാര്യയും കാണുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ നടന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. എന്തു പറയാനാണ്, ഒരു പെൺകുട്ടി മരിച്ചു, പരിശോധിക്കുമ്പോഴത്തേക്കും അവൾ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഇതുപോലെയുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് ഇത്രയും വില കൂടിയ ഒരു ഡ്രസ്സ് അവൾ വാങ്ങേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് കേട്ടാ നമ്മുടെ ഹീറോയുടെ ഭാര്യ വെട്ടെന്ന് പറയും, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതുപോലെ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലേ? ശരി, നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾ അത്രയും സുന്ദരനായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണ് തട്ടിക്കൊണ്ട് പോവോ ഇല്ലെന്നൊരു പേടിയില്ലേ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? വില കൂടിയ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് എനിക്ക് അന്ന് പണമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാടകയ്ക്ക് ഞാൻ അതുപോലെ ഒരു ഡ്രസ്സ് ഇട്ട് നിങ്ങൾ വന്ന് ഇംപ്രസ് ചെയ്യിക്കുമായിരുന്നു. ഒരു പക്ഷെ ഞാൻ ചെയ്തതുപോലെയാണെങ്കിലോ ആ ഒരു പെൺകുട്ടിയും ചെയ്തിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ, ഷടാ ആ ഒരു ബുദ്ധി മാത്രം തനിക്ക് തോന്നിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അന്ന ഏത് കടയിൽ നിന്നാണ് ആ ഒരു ഡ്രസ്സ് വാടകയ്ക്ക് എടുത്തത് ആ ഒരു ഷോപ്പിലേക്ക് ചെല്ലുകയാണ്. ഇത് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ 1-2 കടകൾ മാത്രമേ അതുപോലെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയ്ക്ക് അത് കണ്ടുപിടിക്കാനും വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ ആ ഒരു ലേഡിയോട് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം തിരക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, വന്ന പെണ്ണിന്റെ പേരെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവൾ പെട്ടെന്ന് വന്നു, ഇതേപോലെ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിലും മേക്കപ്പ് എല്ലാം ചെയ്തു കൊടുത്തിട്ട് നല്ലതുപോലെ ഒരുക്കി വിട്ടു. എന്നിരുന്നാലും അവളുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഒരിക്കലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്തോ ഒരു വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് അവളുടെ മുടി ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു, എന്തോ ഒരു പേടിച്ചതുപോലെ. അതുമല്ല അവളുടെ തിങ്സ് എല്ലാം എന്റെ കയ്യിൽ തന്നിട്ടാണ് പോയിട്ടുള്ളത്. ഡ്രസ്സ് റിട്ടേൺ തരുമ്പോഴത്തേക്കും ഇതെല്ലാം വാങ്ങിക്കാന്ന് പറഞ്ഞ് തന്നിരുന്നു. പക്ഷെ ആ ഒരു പെണ്ണ് മരിച്ചുപോയി. ആ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് ആ ഒരു ലേഡി ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു ലേഡി കൊടുത്ത അന്നയുടെ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം ഓരോന്നിടത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് എന്തൊരു ലിക്വിഡ് ഹീറോയ്ക്ക് കിട്ടുന്നത്. അതുമല്ലാതെ ഒരു ഫോൺ നമ്പറും കണ്ടുപിടിച്ചിട്ട് ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ സംസാരിക്കുന്നത് മറ്റൊരു പെണ്ണാണ്. അവളിപ്പോൾ പറയും അവളിപ്പോൾ വളരെ ബിസിയാണ്, അതുകൊണ്ട് പിന്നീട് വിളിക്കാൻ പറഞ്ഞിട്ട് അവൾ ഫോണും കട്ട് ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ ഒരു ഹോട്ടലിലേക്ക് ചെല്ലാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ അന്നയെ പറ്റി ഇതിനു മുന്നേ അന്വേഷിക്കുമ്പോഴത്തേക്കും അവൾ വളരെ വിഷമിച്ചായിരുന്നു. അതേപോലെ തന്നെ എന്തോ ഒരു പേടിയുണ്ടായിരുന്നു. കൂടാതെ അവളുടെ തലമുടി എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞിരുന്നല്ലോ. അതെല്ലാം വെച്ചിട്ട് ഇപ്പോൾ ഹോട്ടലിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ അന്ന എങ്ങനെയൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതേപോലെ പേടിച്ചിട്ട് എന്തോ തലമുടിയെല്ലാം ഇങ്ങനെ ചുറ്റുന്നത് പോലെ കാണുന്നതും ആ ഒരു പെണ്ണിനെ കാണുന്നതും അന്നയെ പോലെ തന്നെയാണല്ലോ ഈ ഒരു പെണ്ണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അവളെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളുടെ പുറകെ പോകുമ്പോഴത്തേക്കാണ് അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരു ഷോപ്പിലേക്ക് ചെന്നിട്ട് അവിടെയുള്ള എന്തോ ഇങ്ങനെ മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ഹീറോ അവളെ തടഞ്ഞിട്ട് അവളെ അടുത്തതായിട്ട് ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി, നീ ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്, നിന്റെ പേരെന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത്, ഈ ഒരു പെണ്ണെ നമുക്ക് എന്തായാലും സാറാന്ന് വിളിക്കാം, വേറൊരു പേര് ഒരു പറയാൻ കിട്ടിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തോ ഈ ഒരു പേര് മാത്രമേ വായിൽ വരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് സാറാന്ന് തന്നെ വെക്കാം. അപ്പോൾ സാറ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ 2 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവളുടെ നാട്ടിൽ നിന്നും ഈ ഒരു നാട്ടിലേക്ക് വന്നു എന്നാണ്. കാരണം വേറെ ഒന്നുമല്ല, അവളുടെ അച്ഛനും അമ്മയും ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ജോലി ചെയ്യാനായിട്ട് ഇവളെ നിർബന്ധിച്ചപ്പോൾ അവൾക്കാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതം ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അവൾ അവരെയും വിട്ടിട്ട് ഈ ഒരു നാട്ടിലേക്ക് വരുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലോ ജോലിയില്ല, പട്ടിണി, എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ ചുറ്റി നടക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും, അല്ല മോളെ, നിന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു നാട്ടിലിങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്, അവരെ പറ്റി നീ എന്താ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരെ പറ്റി ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്താ, എന്നെപ്പോലെ തന്നെയാണ്, ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും വെളിയിലത് കാണിക്കാതെ ചിരിച്ച മുഖത്തോടെ നടക്കും, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല എന്ന് നമ്മുടെ ഹീറോയോട് പറയുന്ന സമയത്താണ് അവിടെയുള്ള ആ ഒരു വെയിറ്റർ ഉണ്ടല്ലോ അവർ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ കണ്ടിട്ട് പോലീസ് എന്നിങ്ങനെ പറയുന്നതും അപ്പോഴാണ് നമ്മുടെ
സാറയ്ക്ക് മനസ്സിലാവുന്നത് മുന്നിലിരിക്കുന്നത് പോലീസുകാരനാണ് എന്ന് മനസ്സിലാക്കി അവൾ പറയും എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അന്നയുടെ ബാഗിൽ നിന്നും ഒരു ലിക്വിഡ് കിട്ടിയാലോ അത് വാങ്ങിയ ആ ഒരു ഫാർമസിയിലേക്ക് ചെന്നിട്ട് ആ ഒരു പെണ്ണിനെ പറ്റി നമ്മുടെ അന്നയെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് അവർക്കും അന്നയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു ദിവസം ഇവിടേക്ക് വന്നു, ഇതേപോലെ അവള് വളരെ ഡിപ്രഷനിലായിട്ട് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു മരുന്ന് കൊടുത്തു വിട്ടു. ഒരുപക്ഷെ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കാം താമസിക്കുന്നത്, നിങ്ങൾ ഒരുപക്ഷെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കഴിയും എന്നിങ്ങനെ പറയുന്നതും ഉടനെ തന്നെ നമ്മുടെ ഹീറോ അടുത്ത് ഏതൊക്കെ അപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത് അവിടെയെല്ലാം ചെന്നിട്ട് അന്നയെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും അന്നയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ്, എപ്പോഴും വിഷമിച്ചാണ് ഇരിക്കുന്നത്, മുടി എപ്പോഴും ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ അവളെ പറ്റി പറഞ്ഞിട്ടാണ് ഓരോരുത്തരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ ചോദിച്ച് അന്വേഷിങ്ങനെ വരുമ്പോഴത്തേക്കാണ് ഒരു അപ്പാർട്ട്മെന്റിലെ ലേഡി അന്ന ഇവിടെയാണ് താമസിച്ചെന്നുള്ള കാര്യം ഹീറോയോട് പറയുന്നത്. ഓക്കെ, അവൾ ഇവിടെയാണ് താമസിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി പറയും ഇല്ലില്ല, അവളല്ല അവിടെ ആദ്യം താമസിച്ചത്, ഇതിന് മുന്നേ മറ്റൊരു ലേഡിയാണ് ഇവിടെ താമസിച്ചിരുന്നത്, ആ ഒരു പെണ്ണാണ് അന്നയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. കുറച്ചു കാലം അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് താമസിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, ആ ഒരു പെണ്ണ് ഇവിടെ നിന്ന് താമസം മാറി പോയതിനു ശേഷം അന്ന മാത്രം ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം ആ ഒരു ഓണർ ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ, അന്നയുടെ റൂമിലേക്ക് പോയിട്ട് എന്തെങ്കിലും തെളിവുകൾ കിട്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അവളുടെ റൂമിൽ പോയി പരിശോധിക്കുമ്പോഴത്തേക്കാണ് നേരത്തെ ആ ഒരു ഡിപ്രഷന് വേണ്ടിയിട്ട് അവൾ കഴിക്കുന്ന ആ ഒരു മരുന്നുണ്ടല്ലോ അത് അവളുടെ റൂമിൽ ഒരുപാട് ഇരിക്കുന്നതായിട്ട് ഹീറോ ഇങ്ങനെ കണ്ടുപിടിക്കും. അതുമല്ലാതെ അവിടുത്തെ മേശയിൽ നിന്നും കെപ്ലോൺ എന്ന പേരുള്ള ഒരു വിസിറ്റിംഗ് കാർഡും ഹീറോ കണ്ടുപിടിക്കുകയാണ്. അതുമല്ലാതെ ആ ഒരു റൂമിന്റെ പല വശങ്ങളിലും നോക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി നമ്മുടെ ഹീറോ നേരെ താഴേക്ക് വന്നിട്ട് ആ ഒരു ഓണറിനോട് ചോദിക്കും, അല്ല അന്നയെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോടൊപ്പം മറ്റൊരു ലേഡി ഇവിടെ താമസമായിട്ട് നീ പറഞ്ഞിരുന്നല്ലോ, ആ ഒരു പെണ്ണിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും പിന്നെ അറിയാതെ, അവളുടെ പേര് ലൂസി എന്നാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റുഡിയോ ഉണ്ടല്ലോ അതുപോലെ ഒരു സ്റ്റുഡിയോ ആണ് അവൾ നടത്തുന്നത്. അതുമല്ല അവൾ ഇവിടെ നിന്നും താമസം മാറിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഒരുപാട് ലെറ്ററുകൾ വരും, അത് വായിക്കാനായിട്ടാണ് അവൾ വല്ലപ്പോഴും ഇവിടെ വരാറുള്ളത്. അതല്ലാതെ അവളെ പറ്റി എനിക്ക് കൂടുതലായിട്ട് ഒന്നും അങ്ങനെ അറിയത്തില്ലാന്ന് ആ ഒരു ലേഡി പറയുന്നതും അടുത്തതായിട്ട് നമ്മുടെ ഹീറോ നേരെ ലൂസിയെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഇത് വേറെ ആരുമല്ല, നമ്മൾ സ്റ്റാർട്ടിങ് സീനിലെ അന്നാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ആ ഒരു പാർട്ടി ഹാളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് രണ്ടുപേരെ കണ്ടല്ലോ, ലൂസി ജാക്ക് എന്ന് പറഞ്ഞിട്ട്, ആ ഒരു ലൂസി എന്ന് പറഞ്ഞ ലേഡി ആയിരുന്നു അത്. അപ്പൊ ഇവളോട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നാളും മരിച്ചുപോയ ഒരു പെണ്ണിന്റെ പേര് അന്നയെന്നാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ആ ഒരു പേര് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. എന്നിട്ടാണ് ലൂസി നമ്മുടെ ഹീറോയോട് പറയുന്നത് അല്ല അവളുടെ പേരല്ലാതെ എനിക്ക് അവളെ പറ്റി വേറെ ഒന്നും അറിയത്തില്ല എന്ന് ഹീറോയോട് ഇങ്ങനെ പറയുന്നതും ഹീറോ ചോദിക്കും രണ്ടുപേരും ഒരേ റൂമിൽ താമസിച്ചു ഇത്രയും കാലം, എന്നിട്ട് അവളുടെ പേരല്ലാതെ അവളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ലൂസി പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അവളുടെ പേരല്ലാതെ അവളെ പറ്റി എനിക്ക് വലിയ രീതിയിലൊന്നും അറിയത്തില്ല, അവൾ അങ്ങനെ അധികം മിണ്ടാറില്ല, ഒരു ദിവസം ഒരു റോഡ് സൈഡിൽ നിന്നാണ് അവളെ ഞാൻ കണ്ടത് തന്നെ, താമസിക്കാൻ സ്ഥലമില്ലാതെ ചുറ്റി നടക്കുന്ന ഒരു പെണ്ണായതുകൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ റൂമിലേക്ക് അവളെയും കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ഒരാളായിട്ട് ഇഷ്ടത്തിലായി, അതുമല്ല ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു റൂമിൽ നിന്നും താമസം മാറിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കാണ് ഹീറോ അന്ന മരിച്ചുപോയി എന്നുള്ള ആ ഒരു കാര്യത്തെ പറ്റി ലൂസിയോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നതും നമുക്ക് പരിചയപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് മുന്നേ കണ്ട ഒരാള് പെട്ടെന്ന് മരിച്ചുപോയി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു പ്രത്യേക ഷോക്കിലാവുമല്ലോ. ആ ഒരു ഷോക്കിൽ ലൂസി അങ്ങനെ ഇരിക്കുമ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ, അല്ല നീ അവസാനമായിട്ട് അന്നെ എപ്പോഴാണ് കണ്ടത്, എവിടെ വെച്ചാ കണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെയാണ് ലൂസി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് നമ്മുടെ ഹീറോയോട് തന്നെ ഒരു കള്ളം പറയുന്നത്. വേറെ ഒന്നുമല്ല, ആ ഒരു പാർട്ടിയിൽ ഇവർ കണ്ട ആ ഒരു കാര്യം ഹീറോയോട് പറയാതെ അവളെ കണ്ടിട്ട് തന്നെ ഒരുപാട് മാസമായെന്നുള്ള രീതിയിൽ ഒരു വലിയ കള്ളം അങ്ങ് പറയും. പക്ഷെ അത് വേറും കള്ളമാണെന്ന് കാണുന്നത് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. അങ്ങനെ ഹീറോ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ പകുതി കാര്യങ്ങളും കണ്ടുപിടിച്ചു, അന്ന ആരാണ്, അവൾ ഏതൊരു മാനസികാവസ്ഥയിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഹീറോ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ അന്നയുടെ റൂമിൽ നിന്നും കെപ്ലോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വിസിറ്റിംഗ് കാർഡ് കണ്ടിരുന്നല്ലോ, ആ ഒരു കമ്പനിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ ഒരു കമ്പനിയിലേക്ക് പോയിട്ട് ഇതേപോലെ അന്നയുടെ പേര് പറഞ്ഞ് ആ ഒരു പെണ്ണ് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ കെപ്ലോൺ എന്ന് പറഞ്ഞ ആ ഒരാൾക്കാണെങ്കിൽ നല്ല രീതിയിൽ പ്രായമായതുകൊണ്ട് തന്നെ ഓർമ്മശക്തി കുറവാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് അന്ന എന്ന് പറഞ്ഞ ആ ഒരു പേര് മനസ്സിലാവുന്നില്ല. എന്നിരുന്നാലും തന്നോടൊപ്പം ഒരു പെണ്ണുണ്ടായിരുന്നെന്ന് അയാൾ ഇങ്ങനെ പറയാണ്. അതുമല്ല പെട്ടെന്നൊരു ദിവസം ആ ഒരു പെണ്ണിനെ കാണാതാകുമായിരുന്നു എന്നുള്ള കാര്യം കെപ്ലോൺ എന്ന് പറഞ്ഞ അയാൾ പറയുന്നതും ഓക്കെ, ഇതിലും കൂടുതൽ ഇനി ഇയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നതും അടുത്തതായിട്ട് ഹീറോയുടെ ടീമിലുള്ള ആളുകൾ ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു പാർട്ടി ഹാളിലേക്ക് നമ്മുടെ അന്ന പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു സ്ഥലത്തേക്ക് അവൾ നടന്നല്ല പോയിട്ടുള്ളത്, ഒരു ടാക്സിയിലാണ് പോയിട്ടുള്ളത്. അതുമല്ല അവൾ ഏത് ടാക്സിയിലാണോ പോയത് ആ ഒരു ടാക്സി ഡ്രൈവർ
ഞാൻ അന്നയെ കണ്ടെന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് പറയുന്നതും ഹീറോ നേരെ അയാളെ പോയി ചോദ്യം ചെയ്യാണ്. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതെ അന്നേനെ ഞാൻ കണ്ടിരുന്നു, അതുമല്ല കാറിലേക്ക് കയറുമ്പോഴത്തേക്കും വളരെ ഡിപ്രഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ ആ ഒരു പാർട്ടി ഹാളിലേക്ക് ഇറക്കി വിടാൻ പറഞ്ഞു, ഞാനും അതേപോലെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറിപ്പോയി, ഞാനും ടാക്സി എടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നതും ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അന്ന ആ ഒരു പാർട്ടി ഹാളിലേക്ക് ചെന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഹീറോയും അടുത്തതായിട്ട് നേരെ ആ ഒരു പാർട്ടി ഹാളിലേക്ക് ചെന്നിട്ട് ഇവിടെ എവിടെയൊക്കെയാണ് പടിക്കെട്ടുള്ളത്, ആ ഒരു പാർട്ടി ഹാളിൻ്റെ രീതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ടല്ലോ അവരോട് ചോദിക്കും, ഇതേപോലെ അന്ന എന്ന് പറഞ്ഞൊരു പെണ്ണ് ഇവിടെ ഈ വന്നിട്ടുണ്ടോയെന്നും, അതുമല്ലാതെ ഈ ഒരു പാർട്ടിക്ക് ഒട്ടും യോജിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഇവിടെ ഈ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു ഒറ്റ ആൾ പോലും അന്ന ഇവിടെ വന്നതായിട്ട് കണ്ടില്ല എന്ന് പറയും. കാരണം ഇവരെല്ലാവരും അവരുടേതായിട്ടുള്ള ജോലിയിൽ തിരക്കായിരുന്നു. അതുമല്ല നമ്മുടെ അന്നേനാണെങ്കിൽ ലൂസി ആ ഒരു ഡോറിനടുത്ത് വെച്ച് തന്നെ പിടിക്കാൻ ചെയ്തിരുന്നല്ലോ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ആരുടെ ഫംഗ്ഷനാണ് അന്ന് നടന്നതെന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ലൂസി ജാക്ക് അവരുടെ എൻഗേജ്മെന്റ് ആണ് ഇവിടെ നടന്നതെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. ഇവിടെയാണ് നമ്മുടെ ഹീറോയ്ക്ക് സംശയം തോന്നി തുടങ്ങുന്നത്. ഇവർ രണ്ടുപേരും റൂംമേറ്റ് ആണ്, അതുമല്ല അവളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനാണ് അന്ന അവിടെ പോയിട്ടുള്ളത്. എന്നിട്ട് അവൾക്ക് അത് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതുകൊണ്ട് തന്നെ ഹീറോ വീണ്ടും നേരെ ലൂസിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അന്നയുടെ റൂമിൽ നിന്നും ഒരു ഫോൺ നമ്പർ കിട്ടിയിരുന്നു, അതിലേക്ക് ഞാൻ വിളിക്കുമ്പോൾ ഞാൻ ബിസിയാണ്, ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കട്ട് ചെയ്യായിരുന്നു. ആ ഒരു പെണ്ണ് അത് നീയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. അതെ, അത് ഞാനാണെന്ന് അവൾ സമ്മതിക്കുകയും ചെയ്യും. ഓക്കെ, അന്ന് രാത്രി അന്ന നിന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷന് അവിടേക്ക് വന്നിരുന്നു, അതുകൊണ്ട് എന്തായാലും നീ അവളെ കാണാതിരിക്കാൻ ഒരു സാധ്യതയില്ല. പിന്നെ എന്തിനാ നീ എന്നോട് കണ്ടില്ല എന്നും അതേപോലെ തന്നെ അവളെ കണ്ടിട്ട് ഒരുപാട് മാസങ്ങളായെന്ന് കള്ളം പറഞ്ഞത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൾ പറയും, ആ ഒരു സമയത്ത് ഞാൻ വളരെ ടെൻഷനിലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്താണ് ചോദിച്ചതെന്ന് പോലും എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല, അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ഒരു ആൻസർ പറഞ്ഞത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, അവൾ എന്നെ കാണാനായിട്ട് വന്നിരുന്നു, പക്ഷേ അവൾ ഒരുപാട് നാളായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പയ്യനെ നോട്ട് ഇട്ടേക്കായിരുന്നു. ഒരുപക്ഷെ അതിനു വേണ്ടിയിട്ട് വല്ല ആയിരിക്കും അവിടേക്ക് വന്നത് എന്നുള്ള പേടിയിൽ ഗേറ്റിന് അടുത്ത് വെച്ച് തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടുകയും ചെയ്തു. അതിനുശേഷം അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, അത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കും ഇത്രയും കാര്യം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കാനായിട്ട് ഇവളെ കൊണ്ടേ കഴിയത്തുള്ളൂ. അപ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി, അതെല്ലാം ഞാൻ കണ്ടുപിടിക്കാം. അതിനു മുന്നേ അവളൊരു സാധാരണ മനുഷ്യനല്ലേ, അതുമല്ല നിനക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരാളും, അതുകൊണ്ട് അവളുടെ മരണാനന്തര ചടങ്ങുകൾ ഇനി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണോ ഇല്ലയെന്ന് നീ വന്നൊന്ന് കൺഫേം ചെയ്ത് പറയണം. അതുകൊണ്ട് നാളെ തന്നെ നീ മോർച്ചറിയിലേക്ക് വരണമെന്ന് പറഞ്ഞ് ലൂസിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു നാടോടിയെ പോലെ ജോലിയും കുലിയൊന്നും ഇല്ലാതെ ചുറ്റി നടന്ന നമ്മുടെ സാറയുണ്ടല്ലോ, അവളിപ്പോൾ ഏതോ ഒരു കടയിലേക്ക് അവിടെയുള്ള ആരും അറിയാതെ അതിനകത്ത് കയറി കിടന്നിങ്ങനെ ഉറങ്ങാണ്. അങ്ങനെ ഇത് കണ്ട പോലീസുകാരാണെങ്കിലും അവളെ അവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മുടെ ഹീറോയുടെ മുന്നിൽ കൊണ്ട് ഇരുത്തുന്നത്. ഹീറോ ചോദിക്കും, ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ജോലിയും കൂലിയൊന്നും ഇല്ലാതെ എവിടെയെങ്കിലും ഇങ്ങനെ ചുറ്റി നടന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കത്തില്ലേ? ശരി, ഇനി ഇങ്ങനെ വെളിയിൽ ചുറ്റിയൊന്നും നടക്കരുത്, നിനക്ക് താമസിക്കാനായിട്ട് ഞാനൊരു സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സാറയെ നമ്മുടെ ഹീറോ കൊണ്ടുപോകുന്നത് അന്ന ഇതിനു മുന്നേ എവിടെയാണോ താമസിച്ചിരുന്നത് അതേ അപ്പാർട്ട്മെന്റിലെ ആ ഒരു റൂമിലേക്കാണ്. അതുമല്ലാതെ സാറയെ ഹീറോ എന്തിനാണ് ഇങ്ങനെ സഹായിക്കുന്നതെന്നുള്ള കാര്യം അവൾക്ക് ഇപ്പോഴും അറിയത്തില്ല. അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അതിനൊരു മറുപടിയും പറയാതെയാണ് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ജാക്ക് എന്ന് പറഞ്ഞിട്ട് ലൂസിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ അവന്റെ വീട്ടിലേക്കാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ജാക്കിന്റെ അമ്മയും ആ ഒരു വീട്ടിലുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് നമ്മുടെ ഹീറോ ജാക്കിനോട് ചോദിക്കും, അല്ല നിനക്ക് അന്ന എന്ന് പറഞ്ഞൊരു പെണ്ണിനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ അറിയത്തില്ല എന്ന് പച്ചക്കള്ളം മുഖത്ത് നോക്കി അവനും പറയാണ്. അപ്പോൾ ഹീറോ പറയും, അത് വേറെ ആരുമല്ല, നീ കല്യാണം കഴിക്കാൻ പോകുന്ന ലൂസിയുടെ ഫ്രണ്ടാണ്. അല്ല, ലൂസി എന്നോട് പറയുകയും ചെയ്തിരുന്നു അന്ന നിന്നെ കറക്റ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നതെന്ന്, നീയാണെങ്കിൽ ഇപ്പോൾ അവളെ അറിയത്തില്ല എന്ന് പറയുന്നു. എന്നിങ്ങനെ 2-3 തവണ ജാക്കിനോട് കാര്യം ചോദിക്കുമ്പോൾ അവൻ പറയും, സോറി എനിക്ക് നിറയെ ജോലിയുണ്ട്, ആ ഒരു പെണ്ണ് ആരാണെന്ന് പോലും എനിക്കറിയത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നതും അവൻ്റെ അമ്മയോട് ഹീറോ വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങളുടെ മകനാണെങ്കിൽ ആ ഒരു പെണ്ണെ അറിയത്തില്ല എന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, സാർ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, എൻ്റെ മകൻ അത്രയും നല്ലവനായിട്ടുള്ള ഒരാളാണ്, അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നിങ്ങളായിരിക്കും തെറ്റായുള്ള രീതിയിൽ അന്വേഷിച്ച് ഇവിടെ വരെ വന്നത്, അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നതും ഹീറോ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പാർട്ടി ഹാളിൽ ഒരു ഫോട്ടോഗ്രാഫർ എല്ലാം ഫോട്ടോ എടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ഫോട്ടോസ് എല്ലാം ഹീറോ ഇപ്പോൾ കളക്ട് ചെയ്തിട്ട് അതിലോരോ ഫോട്ടോസായിട്ട് അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അതിലൊരു ഫോട്ടോയിൽ നമ്മുടെ അന്നയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് പുതിയൊരു സംശയം തുടങ്ങി. എന്തായാലും ആ ഒരു പാർട്ടിയിൽ നമ്മുടെ അന്ന വന്നിട്ടുണ്ട്, അതുമല്ലാതെ ഈ ഒരു കല്യാണ ചെറുക്കൻ ജാക്കും അവൻ്റെ അമ്മയും എന്തോ ഒരു കാര്യം ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മുടെ സാറ് താമസിക്കുന്നുണ്ടല്ലോ, അവിടേക്ക് ആ ഒരു ഓണർ ലേഡി വന്നിട്ട് അവരിപ്പോൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, സാറെ കണ്ട ഉടനെ അവരോട് ചോദിക്കും, അല്ല മോളെ നീ എന്താ ഇവിടെ താമസിക്കുന്നത്,
ഈ ഒരു റൂമിൽ ആൾറെഡി ഒരു പെണ്ണ് താമസിച്ച ആ ഒരു പെണ്ണ് മരിച്ചുപോയി എന്നുള്ള കാര്യം സാറയോട് അങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ഈ ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ ഹീറോ അവളോട് പറഞ്ഞില്ല എന്നുള്ള സംശയത്തോടെ തന്നെ അവൾ ആ ഒരു ഡോർ അടയ്ക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ലൂസിയോട് ആ ഒരു മോർച്ചറിയിലേക്ക് വരാൻ പറഞ്ഞിരുന്നല്ലോ. അവിടേക്ക് നമ്മുടെ ലൂസി ഇപ്പോൾ വന്നിട്ട് അന്നയുടെ ശരീരം കണ്ട് ഇവള് തന്നെയാണ് എൻ്റെ റൂംമേറ്റ്, ഇവളുടെ പേര് തന്നെയാണ് അന്നയെന്നും കൺഫേം ചെയ്ത് അവൾ അവിടെ നിന്നും വെളിയിലേക്ക് പോന്നു. അതുപോലെ നമ്മുടെ ഹീറോ ആണെങ്കിലും അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ലൂസി ഇനിയുള്ള 2 ദിവസത്തേക്ക് എന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യമെല്ലാം അറിയാൻ വേണ്ടി ഒരു പോലീസിനെ അവൾ അറിയാതെ അവളുടെ പുറകെ തന്നെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ആ ഒരു പോലീസുകാരനായാലും 2-3 ദിവസം അവളെ ഫോളോ ചെയ്തതിന് ശേഷം ഇവർ സംശയിക്കുന്നത് പോലെയൊന്നും അവൾ പെരുമാറുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് വന്ന് പറയുകയും ചെയ്യാണ്. അങ്ങനെ അതേസമയം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറ് താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ലൂസിക്ക് വരുന്ന ലെറ്ററെല്ലാം വാങ്ങിക്കാനായിട്ട് അവൾ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ അവൾ ഇപ്പോൾ ലെറ്റർ വാങ്ങിക്കാണ്ട് വരുന്ന സമയത്ത് നമ്മുടെ സാറ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു കാര്യം ലൂസി അങ്ങനെ കാണുകയും ചെയ്യുന്നു. അതുപോലെ എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് തലമുടിയും ചുരുട്ടി ടെൻഷൻ അടിച്ചിങ്ങനെ പോകുന്നതും സാറയുടെ പുറകെ തന്നെ ലൂസി പോയിട്ട് അവളെ വിളിച്ച് ഒരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുപോയി അവൾക്ക് കോഫിയെല്ലാം വാങ്ങിക്കൊടുത്ത്. അല്ല എന്തു പറ്റി, ജോലിയൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ശരി, എൻ്റെ ഭർത്താവാണെങ്കിലേ നല്ല പണക്കാരനാണ്, ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഞാൻ പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഈ ഒരു ടൈമിൽ നീ വന്നു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലി ഞാൻ ഒപ്പിച്ചു തരാം എന്നും പറഞ്ഞിട്ട് ലൂസി അവിടെ നിന്ന് പോകുന്നതും സാറയ്ക്ക് സംഭവിച്ച ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയും മനസ്സിലാകും. ഇത് വേണമെന്നും പറഞ്ഞിട്ടില്ല ഒരിക്കലും നമ്മുടെ സാറ ഹീറോയോട് പറയുന്നത്. ഈ ഒരു നാട്ടിൽ അവൾക്ക് ഇത്തിരി പരിചയമുള്ളത് നമ്മുടെ ഹീറോയെ മാത്രമാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഒരു കാര്യം ഹീറോയോട് പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് ആരാണെന്നുള്ള കാര്യം, അപ്പോൾ ഇത് പറഞ്ഞത് ലൂസി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയാണെന്ന് നമ്മുടെ ഹീറോയോട് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു പേര് കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ലൂസിയാണ് നിന്നോട് ഈ ഒരു കാര്യം പറഞ്ഞത്. ശരി, അവൾ എന്തായാലും ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട് നിന്നോട് പറഞ്ഞിരുന്നല്ലോ. നീ എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഉറപ്പായിട്ടും ആ ഒരു സ്ഥലത്തേക്ക് പോകണം. അതെനിക്ക് ചെയ്തു തരുന്ന ഒരു ഹെൽപ്പായിട്ട് നീ കണ്ടാൽ മതി. അതുകൊണ്ട് അവൾ പറഞ്ഞ സ്ഥലത്ത് അതേ ടൈമിൽ നീ അവിടേക്ക് പോ. അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് എന്നോട് വന്ന് പറയുകയും ചെയ്യണം. ഇതെനിക്ക് വേണ്ടി നീ ചെയ്യണമെന്നൊന്നുമില്ല. നിന്നെപ്പോലെ തന്നെ ഒരു പെണ്ണ് ഈ ഒരു നാട്ടിലുണ്ടായിരുന്നു, അവളെ ആരോ കൊന്നു. ആ ഒരു പെണ്ണിന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനാണ് ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടെങ്കിലും നീ എനിക്ക് ഈ ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ സാറയും സമ്മതിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം രാത്രി ലൂസി ഏത് ബിൽഡിങ്ങിലേക്കാണോ അവളെ ചെല്ലാൻ പറഞ്ഞത് അവിടേക്ക് നമ്മുടെ ഹീറോ തന്നെ സാറയെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നു. സാറയാണെങ്കിലും ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറിയിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു, 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇത്ര നേരമായിട്ടും അകത്തേക്ക് പോയ സാറ ഇതുവരെ വെളിയിലേക്ക് വന്നിട്ടില്ല. എവിടെയാ പോയതെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അകത്തേക്ക് ഒരു കുഴപ്പമില്ലാതെ പോയ സാറ ഡ്രസ്സെല്ലാം കീറിയ അവസ്ഥയിൽ വെളിയിലേക്ക് പേടിച്ച് ഇങ്ങനെ ഓടി വരികയാണ്. അങ്ങനെ അവളെ സമാധാനപ്പെടുത്തി കാറിലേക്ക് ഇരുത്തിയിട്ടാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല സാറ അകത്ത് എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ സാറ പറയും, എന്നെ വിളിച്ച ലൂസി, അവളുടെ ഭർത്താവ് ജാക്ക്, ഇവർ രണ്ടുപേരും കാമ പിശാചുകളാണ്. അകത്തേക്ക് ഞാൻ പോയതിനു ശേഷം ആ ഒരു ജാക്കില്ലേ, അവൻ എന്നെ ഒന്നും ചെയ്തില്ല, പക്ഷെ അവൻ ലൂസിയോട് എന്നെ എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവള് എന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതും അത് കണ്ട് ജാക്ക് ആസ്വദിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു അവനെ കൊണ്ടൊരു പെണ്ണിനെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലാന്ന്. അപ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ, നീ അകത്തേക്ക് പോയിട്ട് ഏകദേശം 1/2 മണിക്കൂറായി. ഇത്രയും തെറ്റായിട്ട് തോന്നുമെങ്കിലേ തുടക്കത്തിൽ തന്നെ നീ എന്തുകൊണ്ടാണ് വെളിയിലേക്ക് ഇറങ്ങി വരാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഒരുപക്ഷെ ലൂസി അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ടായിരിക്കാം പിന്നീടാണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഞാൻ വെളിയിലേക്ക് ഓടി വന്നത്. അതുമല്ല, വെളിയിലേക്ക് വരുമ്പോൾ അവരെനിക്ക് പണമെല്ലാം തന്നിരുന്നു, എന്നിരുന്നാലും അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെളിയിലേക്ക് ഓടി വന്നത് എന്ന് നടന്ന കാര്യങ്ങളെല്ലാം സാറ ഇങ്ങനെ പറയുമ്പോൾ ഹീറോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സാറയെ അടുത്തായിട്ട് ഹീറോയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഹീറോയുടെ ഭാര്യയും അതേപോലെ തന്നെ സാറയും സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ഹീറോയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു, അതുപോലെ ഏതോ ഒരു കാരണം കൊണ്ട് അവൾ മരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കാണുന്ന പെൺകുട്ടികളെ എല്ലാം തൻ്റെ മകളായിട്ട് കണ്ട് ഇപ്പോൾ സാറയായാലും അവളെ സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത്. അതുപോലെ അത് ചോദിക്കാൻ ആരുമില്ലാത്ത നമ്മുടെ അന്നയ്ക്ക് ആ ഒരു നീതി വാങ്ങി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോയെ ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ വിളിച്ചിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരു ടെസ്റ്റ് കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, അന്നയുടെ ശരീരം അയാൾ പൂർണ്ണമായിട്ടും പരിശോധിച്ചതിന് ശേഷം ഇപ്പോൾ അയാൾക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തവണ അവളുടെ ശരീരം പരിശോധിക്കുമ്പോഴത്തേക്കും അവൾ ഒരുപാട് കുടിച്ചതായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സത്യത്തിലേ അവൾ മരിക്കുന്നതിന് മുന്നേ അല്ല കുടിച്ചിട്ടുള്ളത്. അവൾ മരിച്ചതിന് ശേഷം അവളുടെ വായിലേക്ക് മദ്യം ആരോ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അതുമല്ലാതെ അടുത്ത കാര്യം എന്താണെന്നറിയോ, ആ ഒരു പെണ്ണിനെ ഒരിക്കലും കത്തി കൊണ്ട് കുത്തിയല്ല കൊന്നിട്ടുള്ളത്. ആ ഒരു പെണ്ണ് മരിച്ചതിന് ശേഷം അവളുടെ ദേഹത്ത് കത്തി കൊണ്ട് അതേപോലെ കുത്തിപ്പാടുകൾ ഉണ്ടാക്കുമായിരുന്നു. സത്യത്തിൽ ആ ഒരു പെണ്ണ് മരിച്ചതിന് കാരണം അവളുടെ മുതുകെല്ലുകൾ പൊട്ടിയത് കൊണ്ടാണ്. അതൊരു പക്ഷേ ആ ഒരു പെണ്ണ് എവിടെയെങ്കിലും വീണിട്ടായിരിക്കാം പൊട്ടിയത്.
അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു ഡോക്ടർ നമ്മുടെ ഹീറോയോട് പറയുന്നതും ഇത് കേട്ട നമ്മുടെ ഹീറോ അടുത്തായിട്ട് പോയിരിക്കുന്നത് ജാക്ക് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവന്റെ വീട്ടിലേക്കാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ മുന്നിലുള്ളത് ജാക്ക്, ലൂസി, ജാക്കിന്റെ അമ്മ. അപ്പോൾ ഇവര് മൂന്നുപേരും ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരു കത്തി കൊണ്ട് കുത്തിയത് കൊണ്ടാണ് അന്ന മരിച്ചത് എന്നുള്ള രീതിയിൽ പോലീസ് വിശ്വസിച്ചിരിക്കുന്നതെന്നാണ് ഇവർ വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഹീറോ ഈ ഒരു കാര്യം കണ്ടുപിടിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അന്ന മരിച്ചത് എങ്ങനെയാണെന്ന് ഇവരോട് മൂന്നുപേരോടും പറയുമ്പോൾ അവരുടെ മൂന്നുപേരുടെ മുഖത്തും നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ജാക്കിനോട് ചോദിക്കും, ശരി പാർട്ടിയിൽ നീ ഇടയ്ക്ക് കുറച്ചു നേരം വെളിയിൽ പോയിട്ട് വന്നല്ലോ, അതെവിടേക്കാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ ജാക്ക് പറയും, അതെന്തോ പ്രത്യേകിച്ച് ഇനി പറയാനാണ്, പാർട്ടിയിൽ എല്ലാവരോടും സംസാരിച്ച് ആകെ ടയേർഡായിപ്പോയി, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് വെളിയിലേക്ക് പോയിട്ട് വന്നത്. ഇതൊക്കെ ഒരു തെറ്റാണോ എന്ന് ചോദിച്ച് ജാക്ക് ഇങ്ങനെ പറയുന്നതും അങ്ങനെ ഇത് കേട്ട ജാക്കിന്റെ അമ്മയാണെങ്കിലും, സാർ നിങ്ങൾ ചോദിക്കുന്നത് വളരെ തെറ്റായുള്ള ചോദ്യമാണ്, പാർട്ടിയിൽ വെച്ചിട്ട് വെളിയിലേക്ക് പോകുന്നതെല്ലാം ഒരു തെറ്റാണോ? എൻ്റെ മകൻ വെളിയിലേക്ക് പോയതിന് ശേഷം അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഞാനും വെളിയിലേക്ക് പോയിരുന്നു എന്നും പറഞ്ഞിട്ട് ഞാനും കൊലയാളിയാണോ എന്നുള്ള രീതിയിൽ ആ ഒരു അമ്മ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഹീറോ ചോദിക്കും. ഓക്കെ ശരി, നിങ്ങളുടെ മകനാണെങ്കിൽ ഈ സ്ത്രീകളുമായിട്ട് റൊമാൻറ്റിക്കായിട്ട് ഇരിക്കാനായിട്ട് ഒരിക്കലും കഴിയത്തില്ലല്ലോ, പിന്നെ എന്തിനാ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് എന്നിങ്ങനെ ചോദിച്ച് അവരെ ദേഷ്യം പിടിപ്പിച്ച് സത്യം അവരെ കൊണ്ട് പറയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ അവരുടെ ഫാമിലി ലോയർ ഉണ്ടല്ലോ അയാൾ ഇതിനകത്തേക്ക് കയറി വരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് കൂടുതലായിട്ട് ഒരു കാര്യങ്ങളും അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഹീറോ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ജാക്ക് എന്ന് പറഞ്ഞ അവന്റെ അമ്മയുണ്ടല്ലോ അവരോട് ഇങ്ങനെ പറയും, അല്ല നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ പാർട്ടി നടക്കുന്ന സമയത്ത് ജാക്കിനോടൊപ്പം നിങ്ങൾ വെളിയിലേക്ക് പോയെന്ന്, ആ ഒരു കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായതുപോലെ ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഓക്കെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു കറക്റ്റായിട്ട് മറുപടി പറയത്തില്ല, അതുകൊണ്ട് ഇവരെ കൊണ്ട് തന്നെ അത് പറയിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ വീണ്ടും എന്തോ ഒരു പാർട്ടി നടക്കാണ്. ആ ഒരു പാർട്ടിയിലേക്ക് നമ്മുടെ സാറയുണ്ടല്ലോ അന്നെ എങ്ങനെയാണോ അന്നത്തെ ദിവസം ആ ഒരു ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മേക്കപ്പ് എല്ലാം ചെയ്തു വന്നത് അതേപോലെ അവളെ ഒരുക്കി ആ ഒരു പാർട്ടിയിലേക്ക് വിടുന്നതും. പാർട്ടിയിൽ ഇത് കണ്ട നമ്മുടെ ലൂസിക്കാണെങ്കിലോ സാറയെ കണ്ടിട്ട് സാറയെ പോലെ തോന്നുന്നില്ല, പകരം അന്നയെന്ന് പറഞ്ഞ ആ ഒരു പെണ്ണെ പോലെയാണ് തോന്നുന്നത്. അതുപോലെ അത് കണ്ട് പേടിച്ചിട്ട് ലൂസി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്ന് ഓടി അടുത്തുള്ള റൂമിനകത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. ഇത് കണ്ട നമ്മുടെ ജാക്കാണെങ്കിലും അവളുടെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ലൂസി ആ ഒരു മുറിയിൽ നിന്നും ഓടി താഴേക്ക് ഇങ്ങനെ വരികയാണ്. താഴേക്ക് വരുമ്പോഴത്തേക്കും പടിക്കെട്ട് വഴി ഓടി വരുന്ന വഴിക്ക് കാല് സ്ലിപ്പായിട്ട് അവളെ നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഹീറോ ചോദിക്കും, അന്നത്തെ ദിവസം അന്നയും ഇതേപോലെ തന്നെയാണ് വന്ന് വീണത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ അവളുടെ മുതുകിലെ ആ ഒരു എല്ലൊടിഞ്ഞിട്ടാണ് അവൾ മരിച്ചതെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് നമ്മുടെ ഹീറോ അവരോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് വേറെ വഴിയില്ല, ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ഹീറോയെ ജാക്കിന്റെ അമ്മ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് മാറ്റിയിരുത്തിയിട്ടാണ് അവനോട് ഇപ്പോൾ സത്യം പറയാൻ തുടങ്ങുന്നത്. ഈ ജാക്ക് എന്ന് പറയുന്നവനും ലൂസിയും കൂടി ചേർന്നിട്ട് സാറയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ, ഇതേപോലെ തന്നെയാണ് അന്നയെ കൊണ്ടുപോയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതുമല്ല ഇപ്പോൾ സാറയെ ജാക്കിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് ലൂസി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയാണല്ലോ സാറയായിട്ട് ആ ഒരു കാര്യം ചെയ്തത്, അതേപോലെ തന്നെയാണ് ഇതിനു മുന്നേയും അന്നയുടെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഒരു ഡോക്ടർ പറഞ്ഞത് അന്നയുടെ വെർജിനിറ്റി നഷ്ടപ്പെട്ടാലും അവളൊരു ആണുമായിട്ടല്ല ഒരിക്കലും ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം കഴിഞ്ഞ് അന്നെ അവർ പറഞ്ഞു വിടുന്നതും ഇതിലൂടെ അന്നയ്ക്ക് ലൂസിയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. കാരണം വേറെ ഒന്നുമില്ല, സാറയാണെങ്കിലും ആ ഒരു കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടല്ലോ ഒരുപക്ഷെ അവൾ ചെയ്തത് എനിക്ക് ഇഷ്ടമായി കാണും, അതുപോലെ തന്നെയാണ് അന്നയ്ക്ക് വന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ അന്നയ്ക്ക് ലൂസിയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ലൂസിയും ജാക്കും തമ്മിൽ ആ ഒരു കല്യാണം നടക്കാൻ പോവാണല്ലോ. അതുകൊണ്ട് തന്നെ അന്നയെ ആ ഒരു ഫംഗ്ഷനെ അവർ വിളിച്ചതുപോലുമില്ല. അവസാനമായിട്ടും തന്റെ കാമുകിയെ ഒരു തവണ കാണാന്ന് പറഞ്ഞിട്ടാണ് അന്ന ആ ഒരു ഡ്രസ്സ് എല്ലാം വാടകയ്ക്ക് എടുത്തിട്ട് ആ ഒരു ഫംഗ്ഷന് ചെല്ലുന്നത്. അങ്ങനെ ആ ഒരു ഫംഗ്ഷന് വന്നതിന് ശേഷം ഒരുപക്ഷെ ഇവള് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് വിളിച്ച് പറഞ്ഞിട്ട് ഈ ഒരു ഫംഗ്ഷൻ മൊത്തം കൊളമായി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അന്നയെ ജാക്ക് ഒരു മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളോട് സംസാരിക്കുന്ന സമയത്താണ് അവളുടെ കാല് വഴുതി അവൾ ആ ഒരു പടിക്കെട്ട് വഴി താഴേക്ക് വന്ന് വീഴുന്നത്. ആ ഒരു വീഴ്ചയിലാണെങ്കിലോ അന്ന മരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് പോലീസ് കണ്ടുപിടിച്ച് തന്റെ മകനെ ആരും അറസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജാക്കിന്റെ അമ്മ ആ ഒരു പേടിയില്ലേ അന്നയുടെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്ത് ജാക്കിന്റെ അമ്മ അവളുടെ ശരീരത്ത് 5 തവണ ആ ഒരു കത്തി കൊണ്ട് കുത്തുന്നതും. അതിനുശേഷം ജാക്കും അവന്റെ അമ്മയും കൂടി ചേർന്നിട്ടാണ് അന്നയുടെ ശരീരം അവിടെ നിന്നും കാറിൽ ആ ഒരു റോഡിന്റെ സൈഡ് ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടിട്ടിട്ട് പോയതും. അതുമല്ലാതെ ഈ ഒരു കാര്യം പോലീസിനെ വിളിച്ച് പറഞ്ഞതും ഇവർ തന്നെയാണ്. സത്യത്തിൽ ഇവർ വിചാരിച്ചിരുന്നത് ഇതേപോലെ റോഡിൽ കൊണ്ടുവന്ന് കിടത്തി പോലീസിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ അവളെ ആരോ കൊത്തിക്കൊന്നു, ആ ഒരു രീതിയിൽ അന്വേഷണം വേറെ വഴിക്ക് പോകുന്നതാണ്. ഒരിക്കലും ഇവരുടെ നേർക്ക് തിരിയുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ കേസ് അന്വേഷിച്ചത് നമ്മുടെ ഹീറോ ആയതുകൊണ്ട് അവസാനം ഇവരെ കണ്ടുപിടിക്കുകയും ചെയ്തു. പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ഒരു ലേഡിക്ക് താൻ കാരണം ഒരു പെണ്ണ് മരിച്ചെന്നുള്ള ആ ഒരു ഒറ്റ വിഷമം പോലും ഇല്ല.
എന്ത് ശിക്ഷ വന്നാലും അനുഭവിക്കാന്നുള്ള രീതിയിലാണ് അവരവിടെ നിന്ന് നടന്നു പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കേസ് പകുതിയെങ്കിലും കണ്ടുപിടിക്കാൻ ഒരു വിധത്തിൽ സഹായിച്ചത് സാറയാണ്. അവളാണെങ്കിലോ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഓടി ഇവിടേക്ക് വന്നതല്ലേ. അതുകൊണ്ട് തന്നെ സാറയുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് എന്തായാലും നീ നിന്റെ അച്ഛനും അമ്മയും പോയി കാണണം, അവരാണ് നിനക്ക് ഏറ്റവും പ്രധാനം എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഈ ഒരു കേസ് അവസാനിപ്പിച്ച സന്തോഷത്തില് അങ്ങനെ നടന്നു പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നതുവരെയും ബൈ.